ഡയമണ്ട് പ്ലാനറ്റ് അഥവാ വജ്രഗ്രഹത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇതൊരു സാധാരണ ഗ്രഹമല്ല, മറിച്ചൊരു നക്ഷത്രത്തിൻ്റെ അവശിഷ്ടമാണെന്ന് പറയാം. ആദ്യകാലത്ത് അവിടെ 2 നക്ഷത്രങ്ങളുണ്ടായിരുന്നു. അപ്പോൾ പരസ്പരം ചുറ്റിക്കറങ്ങിക്കൊണ്ടിരുന്നു. ഇതിലൊന്ന് വളരെ വലുതും മറ്റൊന്ന് താരതമ്യേന ചെറുതുമായിരുന്നു. വലിയ നക്ഷത്രം അതിൻ്റെ ആയുസ് തീർന്നപ്പോൾ ഒരു വമ്പൻ പൊട്ടിത്തെറിയിലൂടെ ഇല്ലാതായി. ആ പൊട്ടിത്തെറിക്ക് ശേഷം ഇതൊരു ന്യൂട്രോൺ നക്ഷത്രമായി മാറി. ഇത് വളരെ ചെറുതാണെങ്കിലും അതിശക്തമായ ഗുരുത്വാകർഷണമുള്ള ഒന്നാണ്. അടുത്തുള്ള ചെറിയ നക്ഷത്രത്തിൻ്റെ പുറംഭാഗത്തുള്ള ഗ്യാസും മറ്റു പദാർത്ഥങ്ങളും ഈ ന്യൂട്രോൺ നക്ഷത്രം അതിൻ്റെ കാന്തിക ശക്തി ഉപയോഗിച്ച് വലിച്ചെടുക്കാൻ തുടങ്ങി. കാലക്രമേണ ആ നക്ഷത്രത്തിൻ്റെ പുറംപാളികളെല്ലാം നഷ്ടപ്പെട്ടു. തുടർച്ചയായി പുറംഭാഗം നഷ്ടപ്പെട്ടതോടെ ഈ നക്ഷത്രത്തിൻ്റെ ഏറ്റവും ഉള്ളിലുള്ള കോർ മാത്രം ബാക്കിയായി. ഈ ഭാഗം മുഴുവൻ കാർബൺ, ഓക്സിജൻ എന്നിവയാൽ നിർമ്മിതമായിരുന്നു. ന്യൂട്രോൺ നക്ഷത്രത്തിൻ്റെ അതിശക്തമായ ഗുരുത്വാകർഷണം ഈ ബാക്കിയായ കാർബൺ കഷ്ണത്തിന് മേൽ വലിയ സമ്മർദ്ദം ചെലുത്തി. നമ്മൾക്കറിയാം, കൽക്കരിയോ കാർബണോ വലിയ സമ്മർദ്ദത്തിന് വിധേയമായാൽ അത് ഡയമണ്ടായി മാറും. അങ്ങനെയാണ് ഈ നക്ഷത്രത്തിൻ്റെ ഉള്ളു ഒരു ഡയമണ്ട് ഗ്രഹമായി മാറിയത്. ഒരു നക്ഷത്രത്തിൻ്റെ ഗ്യാസ് മറ്റൊരു നക്ഷത്രം കവർന്നെടുത്ത് അവസാനം അതിൻ്റെ ഉള്ളിലെ കാർബൺ അസ്ഥികൂടം മാത്രം ബാക്കിയായി. ആ അസ്ഥികൂടമാണ് ഇന്ന് നമ്മൾ കാണുന്ന ഡയമണ്ട് ഗ്രഹം. കുറച്ചുകൂടി തെളിച്ച് പറഞ്ഞാൽ, ഒരു ഗ്രഹത്തിലെ കാർബണിൻ്റെ അളവ് ഓക്സിജനേക്കാൾ കൂടുതലാകുമ്പോഴാണ് ഡയമണ്ട് പ്ലാനറ്റ് അഥവാ വജ്രഗ്രഹങ്ങൾ രൂപപ്പെടുന്നത്. അപ്പോൾ ഇതുപോലുള്ള അറിവുകൾക്കായി ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.